നമസ്കാരം. ഞാൻ നന്ദുലക്ഷ്മി. ഡിവൈൻ റിവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവിയേ നമഃ. സർവരുഹ റോഹവരാഹ സർവകഷ്ട വിദ്വേഷണാം. 27-ാം തീയതി ജൂൺ മാസം 2026 ശനിയാഴ്ച വന്നിട്ട് പ്രദോഷം. ശനി പ്രദോഷം അന്ന് ഈ 3 പൊരുൾകൾ വാങ്ങിക്കൊടുത്താല് നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര്, സ്വന്തമായിട്ട് വീട് കെട്ടണമെന്ന് ആഗ്രഹിക്കുന്നവര്, ആഗ്രഹിച്ച കല്യാണം നടക്കണമെന്നുള്ളവര് എല്ലാം നിറവേറിക്കിട്ടും. അത് എന്ത് പൊരുളാണെന്ന് ഇന്നത്തെ പതിവിൽ നമുക്ക് മനസ്സിലാക്കാം. ശിവഭഗവാനുക്ക് ഇഷ്ടപ്പെട്ട വ്രതത്തില് പ്രദോഷം എന്നത്, അതും ശനി പ്രദോഷം എന്നത് മിക മുഖ്യമായ ഒന്ന്. ശനി മഹാപ്രദോഷം. പ്രദോഷം എന്നാൽ എന്താണ്? പ്ര എന്നാല് വിശേഷമായത്, ദോഷം എന്നാല് എല്ലാവർക്കും അറിയാവുന്നത്. പ്രദോഷം എന്നാല് ലോകത്തിലിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദോഷത്തെയും നീക്കക്കൂടിയത്. നമുക്ക് ഏതോ ഒരു ദോഷം ഇരിക്കുന്നതിനാലെയാണ് ഇപ്പൊ നിറയെ പേര് വീട് കെട്ടിയിട്ടിരിക്കുംല്ലേ, എന്നാൽ കുറച്ചാവുമ്പോ അത് പാതിയിലെ നിന്നു പോകും. ഏതോ ഒരു തടസ്സത്തിനാലെ അത് അങ്ങനെ നിന്നു പോകും. എന്നാൽ ഒരു ചില പേര് ഇടം വാങ്ങിയിടും, ഇപ്പൊ ലാൻഡ് വാങ്ങിയിടും. എന്നിട്ട് ആ ഇടത്തിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വീട് കെട്ടണമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ എത്ര വർഷം ഇരുന്ന് നമ്മൾ അതിനായിട്ട് പ്രയത്നിച്ചാലും അത് നടക്കുകയേ ഇല്ല. തടസ്സമായിട്ടേ ഇരിക്കും. എന്നാൽ ഒരു ചില പേർക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങുന്നത് ഒരു ഡ്രീം ആയിട്ടിരിക്കും, ഒരു സ്വപ്നമായിട്ടിരിക്കും. അവര് കയ്യിൽ നിറയെ പണം വച്ചിരിക്കും. എന്നാൽ എന്തോ ഒരു തടസ്സത്തിനാലെ അത് വാങ്ങാൻ പറ്റാതെ ഇങ്ങനെ നീണ്ടു പോകും. ഇപ്പൊ ഇടവും വാങ്ങൂല, വീടും കെട്ടൂല, വീട് വാങ്ങാനും പറ്റൂല. ഇങ്ങനെ ഓരോരുത്തർക്കും സ്വന്തമായി ഒരു വീട് കെട്ടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രീമായിട്ട്, ഒരു സ്വപ്നമായിട്ടിരിക്കുന്ന, ഒരു കനവായിട്ടിരിക്കുന്ന കാര്യം. എന്നാല് ഈ ശനി പ്രദോഷത്തിന്റെ അന്ന് ഈ 3 പൊരുൾകൾ വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ശിവഭഗവാനെ വഴിപാട് ചെയ്താല് നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീങ്ങിക്കിട്ടും. മാസത്തില് ത്രയോദശി അന്ന് വൈകുന്നേരം 4:30 മുതൽ 6 മണി വരെയുള്ള സമയത്ത് നേരത്തിനെയാണ് പ്രദോഷകാലമായിട്ട് കണക്കിലെടുക്കുന്നത്. ഒരു ശനി പ്രദോഷം എന്നത് 1000 സാധാരണ പ്രദോഷത്തിന് തുല്യം. ഇത് ഐതിഹ്യം പറയുന്നതാണ്. ഈ പ്രദോഷകാലത്തില്, അതായത് ശനി പ്രദോഷത്തില് നന്ദിക്കും ശിവനും നമ്മൾ വിളക്കേറ്റി വെച്ചാല് ശനി ഭഗവാനിൽ നിന്നുള്ള അരുള് കിട്ടി നമ്മുടെ ശനിദോഷങ്ങളെല്ലാം ഒരു പരിധിവരെ മാറും എന്നതും ഐതിഹ്യമായിട്ട് പറയുന്നു. പാർക്കടല് കടന്നപ്പോൾ മുതല്ലേ വഴിപെട്ട ആലകാല വിഷത്തെ ശിവപെരുമാൻ അത് കുടിച്ച് ദേവന്മാരെ പാപത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നതൊക്കെ അറിയാവല്ലോ. ഇനി പാർക്കടൽ എന്താണെന്ന് എല്ലാവർക്കും ഡൗട്ട് വരാം. മഹാവിഷ്ണു ഭഗവാൻ അനന്തശയനത്തിൽ, അതായത് പാമ്പുകളുടെ രാജാവായ ആദിശേഷന്റെ മുകളിൽ പള്ളിക്കൊള്ളുന്ന പുണ്യസ്ഥലമാണ് പാർക്കടല്. പാലാഴി മദനത്തിനെ പറ്റിയൊക്കെ കേട്ടിട്ടില്ലേ? എന്നാല് അമൃത് കിട്ടിയതിനപ്പുറവും ശിവഭഗവാന് നന്ദി ചൊല്ലാനായിട്ട് ദേവന്മാര് മറന്നുപോയി. അത് അപ്പുറം അവര് ഉണർന്ന് ശിവഭഗവാൻ കിട്ടെ പിറകെ വന്ന് മാപ്പ് ചോദിക്കുന്നു. നല്ല ഭയങ്കരമായിട്ട് പൂജയൊക്കെ ചെയ്ത് വഴിപെട്ടാണ് മന്നിപ്പ് ചോദിക്കുന്നത്. നന്ദിയുടെ 2 കൊമ്പുകൾക്ക് ഇടയില് ശിവഭഗവാൻ ആനന്ദ നടനമാടിയാണ് ദേവർക്ക് ശിവപെരുമാൻ വന്നിട്ട് എല്ലാം ക്ഷമിച്ച് അവർക്ക് കൂടുതൽ അരുൾ കൊടുക്കുകയുണ്ടായി. ആ കാലത്തിനെയാണ് പ്രദോഷകാലം എന്ന് അറിയപ്പെടുന്നത്. ആലകാല വിഷത്തിനെ കുടിച്ച് അത് കണ്ടത്തിൽ നിർത്തി നീലകണ്ഠനായിട്ട് ദേവർകളെയും മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ഉയിരികളെയും ശിവഭഗവാൻ കാത്തു. ആ നാളാണ് ഈ ശനിയാഴ്ച ശനിപ്രദോഷം എന്നറിയപ്പെടുന്നത്. ശനിയാഴ്ച വരുന്ന ശനിപ്രദോഷം ആ നാള്, ശരിയാ? അതിനാലെയാണ് ശനി മഹാപ്രദോഷം എന്നത് ഭയങ്കര സിറപ്പാന മാതിരിയിൽ കൊണ്ടാടുന്നത്. ശനിയാഴ്ച വരുന്ന ഈ പ്രദോഷം, അതായത് മഹാപ്രദോഷം എന്നത് ശിവഭഗവാനും നന്ദി ഭഗവാനുക്കും വിശേഷപ്പെട്ട നാൾ. ആ വിശേഷപ്പെട്ട നാളില് ശിവഭഗവാനുക്കും നന്ദി ഭഗവാനുക്കും ഭയങ്കരമായിട്ട് നമ്മൾ പൂജയും വഴിപാടും ഒക്കെ ചെയ്തു കൊടുക്കും. ശിവൻ കോവിലിൽ എന്നാല് ഭയങ്കര സിറപ്പാന ഒരു ആഘോഷമായിരിക്കും. ശിവനെ വന്നിട്ട് ഒരു അഭിഷേക പ്രിയര്, അതിനാലെ ഭയങ്കരമായിട്ട് അഭിഷേക ആരാധനകളൊക്കെ നടത്തും. അവർക്ക് വന്നിട്ട് 16 പൊരുൾകൾ കൊണ്ടാണ് അഭിഷേക ആരാധനകളെല്ലാം നടത്തുന്നത്. പാല്, തൈര്, ചന്ദനം, തേൻ,
ദ്രവ്യപ്പൊടികള് ഇങ്ങനെയൊക്കെ കൊണ്ട് അഭിഷേകം നടത്തും. ഇപ്പൊ നമ്മൾ ഒരു ശനി പ്രദോഷത്തിന് വന്നിട്ട് അഭിഷേക പൊരുൾകൾ വാങ്ങി കൊടുക്കുക എന്നത് 108 പ്രദോഷത്തിന് വാങ്ങി കൊടുക്കുന്നതിന് ഈക്വല്. അത്രയ്ക്കുള്ള ബലം നമുക്ക് കിട്ടും. ശിവഭഗവാൻ വന്നിട്ട് തീയവർക്ക് മട്ടുംതാൻ അവര് രുദ്രമൂർത്തിയായിട്ട് വരുന്നത്, എന്നാൽ അവരുടെ ഭക്തന്മാർക്ക് അവര് ശാന്തമൂർത്തി. അതുപോലെ തന്നെ ശിവഭഗവാനുക്ക് ഒരു ചില പൊരുൾകൾ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാല് അത് അവർക്ക് ഇഷ്ടമല്ല. മഞ്ഞൾ, കുങ്കുമം, താഴാമ്പൂവ് ഇതൊന്നും വെച്ച് പൂജ ചെയ്യുന്നത് ശിവഭഗവാന് ഇഷ്ടമല്ല. അവരുടെ അരുൾ വന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയെന്നുള്ള ഒരു ചില പൊരുൾകൾ ഇരിക്കുന്നുണ്ട്. ആ പൊരുൾകൾ വെച്ചാല് ശിവഭഗവാനോട് എല്ലാ അരുളും അൻപും നമുക്ക് കിട്ടും. ഇപ്പോ ശിവഭഗവാന് നിങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പറ്റൂല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഒരു വെങ്കല പാത്രത്തില് നല്ല ശുദ്ധ ജലം എടുത്തിട്ട് അത് ശിവഭഗവാന്റെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേ നിങ്ങൾ ഭഗവാന് അഭിഷേകം നടത്തിക്കൊള്ളുക. അതുവേ പോതും. അതിലേ ഭഗവാൻ പ്രസാദിച്ച് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും ഭഗവാൻ നമുക്ക് വാരിച്ചൊരിഞ്ഞ് തരും. അടുത്ത് ഒരു 10 രൂപയ്ക്ക് നിങ്ങൾ വിഭൂതി മീൻസ് ഭസ്മം വാങ്ങിക്കൊടുത്താലും മതി. വിഭൂതി വന്നിട്ട് ഭഗവാനുക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പൊരുള്. ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ സാധാരണ വാങ്ങി കൊടുക്കുന്നതാണല്ലോ. ഇതുവേ നമ്മൾ നോക്കിയിട്ട് നമുക്ക് സ്വന്തം വീട് വേണം, വീട് കെട്ടണം എന്നുള്ള ഒരു മനോഭാവത്തില് നമ്മൾ എന്തൊക്കെ കൊടുക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുരാണത്തില് ഭഗവാനെ പനിനീർ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് ഭഗവാനെ ഭയങ്കരമായിട്ട് പ്രസാദിക്കുന്നതിന് തുല്യം. സോ പനിനീര് വാങ്ങിച്ചു കൊടുത്താല് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടന്നു കിട്ടും. ഭഗവാൻ നിങ്ങൾക്ക് നിറഞ്ഞ മനസ്സോടെ അരുൾ തരും. നെക്സ്റ്റ് വന്നിട്ട് തൈര്. തൈര് എല്ലാ ദൈവത്തിനും നമ്മൾ കൊടുക്കുന്ന ഒരു നൈവേദ്യം. തൈര് വന്നിട്ട് ശനിയാഴ്ച നിങ്ങൾ ശനി പ്രദോഷത്തില് ഭഗവാന് അഭിഷേകത്തിന് വാങ്ങി കൊടുത്താല് നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും നീക്കും. നിങ്ങളുടെ വാഴ്കയിൽ തന്നെ ജീവിതത്തില് അദൃഷ്ടം വന്നു ചേരും. അടുത്തത് നെയ്യ്. ഇപ്പോ നിങ്ങൾ വന്നിട്ട് ശിവഭഗവാന് നെയ്യ് വെച്ച് അഭിഷേകം നടത്തുകയാണെങ്കിൽ നിങ്ങൾ അത് സൂക്ഷിച്ചു വേണം ചെയ്യാനായിട്ട്. പശുവിൻ പാലിൽ ചെയ്ത നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനാൽ ശുദ്ധമായ പശു നെയ്യ് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് വാങ്ങി കൊടുക്കാൻ പാടുള്ളൂ. ക്രോസ് ചെക്ക് ചെയ്തോളുക, ഇല്ലെങ്കിൽ വാങ്ങി കൊടുക്കരുത്. ഇത് വാങ്ങി കൊടുത്താല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നോ അതില് വിജയം മാത്രമായിരിക്കും ഫലം. അടുത്ത പൊരുള് ചന്ദനം. വേദങ്ങൾ കൂട്ടിപ്പടി ചന്ദനം എന്നത് ശിവഭഗവാനുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൊരുള്. ഇത് നമ്മൾ എന്ത് അളവിൽ വാങ്ങി കൊടുക്കുന്നുവോ ആ അളവില് ഭഗവാന് വരുന്ന കോപമെല്ലാം മാറി നമ്മളോട് അത്രയ്ക്കും ഭയങ്കര ഒരു സ്നേഹവും കാരുണ്യവും കരുണയും ഒക്കെ ഉണ്ടായി നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ നമ്മുടെ മനസ്സറിഞ്ഞ് അത് ചെയ്തു തരും. ഇത് വാങ്ങിക്കൊടുത്താല് ശനിപ്രദോഷത്തില് ശിവൻ ഭഗവാനോട് അരുള് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. അടുത്തത് തേന്. തേൻ എന്നാല് ഇനിപ്പ്, ശിവഭഗവാൻ ഇഷ്ടപ്പെടുന്ന മറ്റൊരു പൊരുൾ. തേന് വാങ്ങിയിട്ട് ശനിപ്രദോഷത്തിൽ നിങ്ങൾ അഭിഷേകത്തിന് കൊടുത്തിച്ചാല് ഇപ്പൊ ഭാര്യ ഭർത്താക്കൻ തമ്മിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുമല്ലോ. എന്തിന് ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവര് വരെ അതിൽ നിന്ന് മാറി അവർ ഒന്നിച്ചു പോകുന്നതിന് ഇത് ഭഗവാൻ ചേർത്ത് വിടും. അവരെ ജീവിതത്തിൽ ഒത്തൊരുമ കിട്ടാൻ, ജീവിതം ഇനിപ്പായിട്ടിരിക്കാൻ ഭഗവാൻ അത് മനസ്സറിഞ്ഞ് നമുക്ക് തരും. അടുത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത്, എന്താണ്? കൂവളയില. വിൽവേലയെ പറ്റി ഓൾറെഡി ഞാനൊരു പതിവ് ചെയ്തിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കൂവളയില. നിങ്ങളൊരു 10 രൂപയ്ക്ക് കൂവളയില വാങ്ങിക്കൊടുത്താലും മതി. ശരിയാ. ഇതിന്റെ കായുണ്ട്. കായും ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഭഗവാനുക്ക്. ഇനി വന്നിട്ടുള്ളതാണ് കുങ്കുമപ്പൂവ്. കുങ്കുമപ്പൂവ് വന്നിട്ട് എല്ലാവർക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. പാവപ്പെട്ടവർക്ക് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള വസതി ഇരിക്കാതെ. അതിനാല് വാങ്ങിക്കൊടുക്കുന്നവര് ശനി പ്രദോഷത്തിന്റെ അന്ന് ശിവൻ കോവിലിക്ക് இந்த കുങ്കുമപ്പൂവ് കൂടെ വാങ്ങിക്കൊടുത്താല് മികവും സിറപ്പാനത്. ഇത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സെൽവവും അദൃഷ്ടവും എല്ലാം ഭഗവാൻ കൊണ്ടുതരും. ഇപ്പൊ വന്നിട്ട് ഒരു ചില പൊരുൾകളൊന്നും നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഭഗവാന് ഏറ്റവും പിടിച്ച ഒരു പഴമാണ് ഉമ്മത്ത്. തമിഴിൽ ഇതിനെ താതുരാപ്പഴം എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഭയങ്കര കശപ്പാന ഒരു
പഴം. എന്നാൽ ഈ താതുര പഴമോ ഈ ഉമ്മത്തും കായോ ഇല്ല, അതിന്റെ പൂവോ വന്നിട്ട് നമ്മൾ ശിവഭഗവാനിക്ക് അഭിഷേകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന എതിർമയ ആற்றലുകളെല്ലാം മാറി, അതായത് ദുഷ്ടശക്തികള്, നമ്മുടെ എനിമീസ് എല്ലാം നമ്മളിൽ നിന്ന് മാറി, നമുക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ആർക്കും നമ്മളോട് വിദ്വേഷം ഇല്ലാതെ നമ്മൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നെഗറ്റീവ് എനർജി പോയിട്ട് പോസിറ്റീവ് എനർജി വന്ന് ഭഗവാൻ നമുക്ക് പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, വിൽവം ഈ കൂവളത്തിന്റെ ഇല എങ്ങനെ ഇമ്പോർട്ടന്റ് ആണോ ഭഗവാന്, അതുപോലെ തന്നെയാണ് അതിന്റെ കായ് പഴവും ഭഗവാന് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇത് വന്നിട്ട് ശൂദ്രശൂന്യ പ്രയോഗങ്ങള് എല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോവാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. ഇത് വാങ്ങി നമ്മൾ ഭഗവാനിക്ക് സമർപ്പിച്ചാല് എല്ലാ തരത്തിലും ഭഗവാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഒരു വീട് കെട്ടാൻ സ്റ്റാർട്ടായി, ഇപ്പോ കട്ടിള വെച്ച് കെട്ടി പകുതി വന്നപ്പോ തന്നെ അത് സ്റ്റോപ്പായി, അതിന് മേലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്ന വീട്ടിൽ, അതായത് നമ്മളിപ്പോ വാടക വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെ ഇരിക്കുന്ന എതിർമറ ശക്തികൾ, പിന്നെ നമുക്കുള്ളിലിരിക്കുന്ന ഒരു ചില മോശമായ ശക്തികൾ, കൺദൃഷ്ടിയാലെ നമുക്ക് പലതും ബാധിക്കപ്പെട്ട് അതിനാലെയൊക്കെ നമ്മളിപ്പം കെട്ടിക്കൊണ്ടിരിക്കുന്ന വീട് പാതിയിലെ സ്റ്റോപ്പായി പോകുന്നു. ആ സിറ്റുവേഷനിൽ നമുക്ക് നേർമറയായിട്ടുള്ള ശക്തി നമ്മളിൽ വരണമെന്നാല് ഈ കൂവളത്തിൻ പഴത്തെ നമ്മൾ ഈ ശനി പ്രദോഷത്തിൽ ഭഗവാനിക്ക് നേർച്ച സമർപ്പിച്ചാല് അത്രയും നല്ലത്. അടുത്തത്, ഇപ്പൊ കാക്കയ്ക്ക് നമ്മള് ഇത് കൊടുക്കുമല്ലോ, ചോറ് കൊടുക്കുന്ന സമയത്തിന് അതില് നമ്മൾ കർമ്മ നമ്മളിൽ നിന്ന് പോവാനായിട്ട് ഒരെണ്ണം വയ്ക്കുമെന്ന് നമ്മൾ കേൾവിപ്പെട്ടിരിക്കുമില്ലേ? കറുത്ത കളറിലെ മുന്തിരി. കറുത്ത മുന്തിരി എന്ന് പറയുന്നത് ശനീശ്വരനുക്ക് ഭയങ്കര പിടിച്ച ഒരു പൊരുള്, അതിനാലെയാണ് അത് കാക്കയ്ക്ക് നമ്മൾ വയ്ക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോ മുന്തിരി വന്നിട്ട് 2 കളറിലിരിക്കുമില്ലേ, കറുത്തതുമുണ്ട് പച്ചമുന്തിരിയുണ്ട്. ഈ പച്ചമുന്തിരി വന്ന് ഭഗവാനിക്ക് ശനി പ്രദോഷത്തിൽ വാങ്ങിക്കൊടുത്താൽ ഒത്തിരി നല്ലത്. സ്വന്തമായി വീട് കെട്ടണം, അത് തടസ്സം മാറി ബാക്കി അതിന്റെ പണി തീരണം, അങ്ങനെ ആഗ്രഹിക്കുന്നവര് ഭഗവാന് ശനി പ്രദോഷത്തില് നിങ്ങൾ വന്നിട്ട് പച്ചമുന്തിരി വാങ്ങി കൊടുത്തോളുക. അടുത്തത് വന്നിട്ട് നാരങ്ങ. അത് വന്നിട്ട് ചെറുനാരങ്ങയല്ല, വലിയ നാരങ്ങ ഉണ്ടല്ലോ, വലിയ വലിപ്പമുള്ള, നമ്മള് മീൻസ് എന്താ പറയാ, പിക്കിള് അച്ചാറിടാൻ ഉപയോഗിക്കുന്ന വലിയ നാരങ്ങയില്ലേ, അത്. എല്ലാ വീടുകളിലും നമ്മുടെ വീടുകളില് അച്ചാർ ഇരിപ്പുണ്ട്, കേരളത്തിലെ എല്ലാ വീടുകളിലും ഉണ്ടാവും. അത് മാത്രമല്ല കുബേര ഭഗവാനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു പൊരുളാണ് ഊർഗ. ശരി, അത് വിടുങ്ക. ഈ നാരങ്ങ ഉണ്ടല്ലോ, വലിയ നാരങ്ങ, ആ വലിയ നാരങ്ങ വന്നിട്ട് ഈ ശനി പ്രദോഷത്തില് ഭഗവാനിക്ക് വാങ്ങി കൊടുത്താല് നിങ്ങൾക്ക് ഈ എല്ലാ പ്രശ്നവും മാറി സ്വന്തമായിട്ട് ഒരു വീടുണ്ടാവാനുള്ള ഒരു വഴി ഭഗവാൻ നിങ്ങൾക്ക് തുറന്നു തരും. ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 10 രൂപയ്ക്കുള്ള ഒരു പാക്കറ്റ് ഭസ്മം വാങ്ങി കൊടുത്തോളുക. അതുവേ പോതും. നിങ്ങളുടെ കർമ്മവിനകളെല്ലാം നിങ്ങളെ വിട്ടു പോയി, എല്ലാ കഷ്ടങ്ങളും നിങ്ങളെ വിട്ട് മാറി, നിങ്ങൾക്ക് ഒരു നേരം കാലം ചേർന്ന് വരുമ്പോൾ സ്വന്തം വീട് എന്നത് നിശ്ചയമായിട്ടും നിങ്ങൾക്ക് വന്ന് അമയും. അപ്പോ ശനിപ്രദോഷം എന്നത് ആരും മിസ് ചെയ്യരുത്. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ. ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാല് ഒരു ലൈക്ക് തരണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.